മോളെ ബോട്ടിൽ നിന്ന് എടുക്ക്. മോളെ ഒരുങ്ങിക്കോ, കല്യാണത്തിന് സമയമായില്ലേ, പോയിക്കോ. ഞാൻ പോട്ടെ. ആ ഏട്ടാ ഇറങ്ങാൻ സമയമായില്ലേ, ഞാൻ റെഡി ആയിട്ട് വരെ. നീ എന്നാ അവിടെ നിക്ക്. അമ്മ എവിടെ? അമ്മ അടുക്കളയിലുണ്ട്. അപ്പൊ നീ അമ്മേനെ അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുപ്പിച്ചിട്ട് നീ ഒരുങ്ങാൻ പോവാ? അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം തീർന്നു. അതുകൊണ്ട് അമ്മ എന്നെ പറഞ്ഞു എന്നോട് പോയി റെഡി ആയിക്കോളാൻ. പോകാനും സമയമായില്ലേ. അമ്മ അങ്ങനൊക്കെ പറയും. അതോർത്ത് നീ നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവാ? ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മ എത്ര നേരം അടുക്കളയിൽ കാണോ അത്ര നേരം നീ അമ്മേന്റെ കൂടെ നിന്നോളണമെന്ന്. ബാക്കി എല്ലാ പണി ഒഴിവാക്കിയിട്ട് നീ ഇപ്പൊ അടുക്കളയിൽ ചെന്ന് പണിയെടുക്കാൻ നോക്ക്, ഇതിനെ കൂടെ വന്നാ മതി. ഇനി അടുക്കളയിൽ പണിയെടുത്തോണ്ട് ഞാൻ എപ്പോഴാ റെഡിയാകുക? ഒരു കല്യാണത്തിന് പോകാനല്ലേ, എനിക്ക് ഒരുങ്ങണ്ടേ. അതിന് കല്യാണം അവരതല്ലേ, അല്ലാണ്ട് നമ്മുടെതല്ലല്ലോ. നീ ഇങ്ങനെ ഒരുപാട് അഴിഞ്ഞൂരി ചെന്നിട്ടേ അവിടെ നിന്നെ കാണാൻ ആരും നിൽക്കുന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഡ്രസ് ഇട്ട് വന്നാ പോരെ. ഇപ്പൊ നീ അടുക്കളയിൽ കയറി അമ്മേനെ സഹായിക്കാൻ നോക്ക്, എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി അങ്ങോട്ട്. കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായി. എന്താ ഒരുങ്ങണം അത്രേ, ആരെ കാണിക്കാനാണാവോ? ഒന്ന് വേഗം ഇറങ്ങ്, കുറെ നേരായി. വന്നു പോവാന്നല്ലേ. ഇതേതാ സാരി? ഇത് എന്തെങ്കിലും മുമ്പുണ്ടായിരുന്ന സാരിയാ. അമ്മ ഇപ്രാവശ്യം വന്നില്ലായിരുന്നു ഇങ്ങോട്ടേക്ക്, അപ്പൊ ഞാൻ പറഞ്ഞതാ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് കൊണ്ടുവരാൻ. ആ നല്ല സാരി, കാണാൻ നല്ല സ്റ്റൈലുണ്ട്. എടി നീ എന്ത് ഇത് കൊടുത്തിട്ടാണ് എന്റെ കൂടെ അങ്ങോട്ട് കല്യാണത്തിന് വരാൻ നിൽക്കുന്നത്? അത് അവിടെ വല്ല ഫാഷൻ ഷോ നടക്കണ്ടോ നിനക്ക് വേണ്ടിയിട്ട്? ഇതങ്ങനെ ഫാഷൻ ഷോയ്ക്ക് എടുക്കുന്ന സാരിയൊന്നും അല്ല, എല്ലാവരും എടുക്കണ തന്നെയാ. അങ്ങനെ എല്ലാരും ചെയ്യുന്ന പോലെ നീ ചെയ്യാൻ നിൽക്കണ്ട. നീ എന്റെ ഭാര്യയാണ്, നീ എന്തൊക്കെ ഡ്രസ് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതെന്താ എപ്പോഴും ഇങ്ങനെ? ഒരിക്കൽ പോലും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ് ഇടാൻ സമ്മതിക്കാറില്ലല്ലോ. അത് ഇട് ഇത് ഇട് ഷോൾ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പുറകെ വരൂലേ. ഇന്നിപ്പോ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം അല്ലേ, ഇത് വിട്ടുപോയില്ലേ, ഇനി ഇത് മതി. അങ്ങനെ മതിയാക്കാൻ നിൽക്കണ്ട, നീ പോയി സാരി മാറ്റി. അതിന് എന്റെ വേറെ നല്ല സാരിയൊന്നും ഇല്ല. നിന്റെ കയ്യിൽ ഏതെങ്കിലും പഴയ പട്ടുസാരി ഉണ്ടാവില്ലേ, അത് കൊടുത്തിട്ട് വാ. ഇനിയിപ്പോ ഇല്ലെങ്കിൽ അമ്മയോട് ചോദിക്കും, അമ്മേന്റെ കയ്യിൽ ഉണ്ടാവും. എന്നിട്ട് അത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ. ഇനി എപ്പോഴായിട്ട് അതിനൊക്കെ സമയമില്ലേ? ഈ സാരി മാറ്റിയിട്ട് വാടി. മോനെ, എന്തായാലും അവള് ഒരുങ്ങിയില്ലേ, ഇതിട്ടിട്ട് നിങ്ങൾ പോകിൻ. ഇനി മാറ്റാൻ നിൽക്കണ്ട, സമയം വൈകും. എന്നാ വാ. എന്ത് ചെയ്യാനാ, എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പറയണം. മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിക്കോളും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. അപ്പോൾ ഇവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ആ പെൺകുട്ടി ആയതുകൊണ്ട് ശരി, പാവത് എത്രയെന്ന് വെച്ചാ സഹിക്കുക. നീ അവിടെ തൊട്ട് കരയാൻ തുടങ്ങിയല്ലോ, നിർത്തി മോങ്ങല്. നീ അമ്മേനെ കൂടെ കാണിക്കാൻ നിൽക്കണ്ട. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞല്ലേ ഇമാതിരി കോലം കെട്ടി എന്റെ കൂടെ എവിടേക്കും വരരുതെന്ന്. നാട്ടുകാർ മുഴുവൻ നോക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ അവിടെ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടാണല്ലോ നിന്നത്. ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇടാനും പാടില്ല അല്ലെ? പഴയ ഏതെങ്കിലും സാരി എടുത്തിട്ട് വരണമായിരുന്നു. എത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഓരോരുത്തർ വന്നിരിക്കുന്നത് അറിയോ? പല ആൾക്കാർ പല രീതിയിൽ വരും. അതോർത്തിട്ടേ നീ തുള്ളാൻ നിൽക്കരുത്. ഇതാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ, ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചു പോകരുത്. എന്താ ഇത് ഇത്ര നേരത്തെ തന്നെ പശുവിനെ കറക്കാൻ പോയതാ? ആ മോനെ, പശുവിനെ കറന്നതാ, സമയായില്ലേ. പറഞ്ഞു അവളെന്താ വരാത്തത്? ഞാൻ പറഞ്ഞല്ലോ അവളോട് 7 മണിക്ക് മുമ്പ് വരണമെന്ന്. അവള് വരട്ടെ മോനെ, പതുക്കെ. എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ പോകുന്നത്, കുട്ടികളോൾക്ക് ഇത്ര നേരത്തെ വരാൻ പറ്റുമോ? പതുക്കെ വരാനോ? അത് നടക്കൊന്നുമില്ല. ഇതെന്താ അവളുടെ തോന്നിയ ദിവസം കാണിക്കാനുള്ള സ്ഥലം അത്? ഞാൻ അവളോട് മര്യാദയ്ക്ക് പറഞ്ഞതാ ഇന്നലെ വൈകുന്നേരം തന്നെ തിരിച്ചെത്തിക്കോളെന്ന്. അതും കേട്ടില്ല. ഇന്നത്തെ 7 മണിയെ എന്നിട്ടും എത്തിയിട്ടില്ല. അത് വിടും മോനെ, അവൾ സമാധാനത്തോടെ വന്നോട്ടെ. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അവളിനെ ഓർന്നോർന്ന് പറഞ്ഞു നടക്കുന്നത്? ഈ കാര്യത്തിലേ അമ്മ ഇടപെടണ്ട. അല്ലെങ്കിൽ അമ്മയെ കുറച്ച് വളം വെച്ച് കൊടുക്കണ്ടേ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ അവളെ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല.
ഇവനെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ആ കുട്ടിനെ അടപ്പെട്ട് ഒരു നേരം പോലും മനസ്സമാധാനം തിരികവൻ അയക്കില്ലല്ലോ. ആ നീ വന്നോ? നിന്നോട് ഞാൻ എപ്പോ വരാനാ പറഞ്ഞേ? അല്ല അത് നിനക്ക് തോന്നുന്ന സമയത്ത് കയറി വരാൻ ഇതെന്താ സത്രോ? അതല്ല, മോൻ ഇത്രയും ദിവസം അവിടെ നിന്നല്ലേ, അപ്പൊ പെട്ടെന്ന് ഇന്നലെ വരണം എന്ന് പറയുമ്പോ മോനൊരു വിഷമം. അതാ പിന്നെ ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇന്ന് നേരത്തെ വരാന്ന് വിചാരിച്ചേ. പിന്നെ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്ക് ഈ ഒരു സമയമായി. ഇനി കുഞ്ഞിനെ കാരണമായിട്ട് എടുത്തിട്ടോ? അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കുറച്ച് മടിയാ? അതിന് എപ്പോഴെങ്കിലും എന്നെ എന്റെ വീട്ടിലേക്ക് വിടാറുണ്ടോ? അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും പറയും തിരിച്ചു വാന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ അന്ന് അമ്മ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ഒന്ന് വിളിക്കാൻ പോയി, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ ഇത്രയും പറയണേ. അതിന്റെ പേരിൽ നീ അങ്ങോട്ട് മുതലാക്കിയില്ലേ? ഇതിപ്പോ ഇന്നലെ പറഞ്ഞതും കേൾക്കാണ്ട് സുഖമായിട്ട് അവിടെ ഇരുന്നിട്ട് ഇന്ന് മെല്ലെ ഇങ്ങനെ വന്നിരിക്കുക അല്ലേ? ഇനി മുതലേ ഒരു കാര്യം ചെയ്തോ, നിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഇങ്ങോട്ട് മറന്നേക്ക്. നമ്മുടെ മോൻ ആർക്കെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോയിക്കോളാൻ പറ. കുറച്ച് ഫ്രീഡം എന്ന് വിചാരിച്ചിട്ടേ തലേക്കാറാൻ നിൽക്കരുത്. മോൻ പുറത്തേക്ക് പോകുന്നതല്ലേ, പോകാൻ നോക്ക്. ഇപ്പൊ ആ കുട്ടി വന്ന് കേറിയല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും തുടങ്ങിയോ? മോൾ അവനിങ്ങനെ പറയുമ്പോഴേക്കും എന്തിനാ ഓടിക്കൊണ്ട് വന്നത്? 2 ദിവസം കണ്ട് വന്നാ പോരെ? എത്ര കാലം കണ്ട വീട്ടിലേക്ക് പോയത്? എന്ത് പറയാനാ അമ്മ, ഒരു നേരം നിൽക്കുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. 2 ദിവസം കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് കയറേണ്ടി വരില്ല. അവൻ എന്ത് പറഞ്ഞാലും മോൾ തിരിച്ചൊരു അക്ഷരം പറയില്ല. അതാ അവൻ ഇങ്ങനെ തലയിൽ കയറുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിൽ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇടപെടാൻ പറ്റില്ല. നിനക്ക് വേണ്ടി നീ തന്നെ സംസാരിക്കണം, എന്നാലേ ശരിയാവൂ. ഇങ്ങനെ എന്ത് പറഞ്ഞാലും കേട്ട് തലയും താഴ്ത്തി കരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ പോയി. ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ നോക്കുമോളെ. എന്നാലേ നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇന്ന് അമ്മ ചെയ്യുന്നേ അവളോടെ? അവളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ എന്തോ പരിപാടി ഉണ്ട് അത്ര മോനെ. അവള് പോകാൻ റെഡിയാവുന്നു. കൂട്ടുകാരന്റെ വീട്ടിലെ പരിപാടിക്കോ? ആരോട് ചോദിച്ചിട്ട്? അതിന് ആരോട് ചോദിക്കാൻ? അവളുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അവള് വേഗം വരും. ആ, നിങ്ങൾ എത്തിയോ? ഞാനേ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഒന്ന് പോവുക. ഒരു ചെറിയ പരിപാടി ഉണ്ട്, വേഗം വരാം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ സമ്മതം ഇല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്? പിന്നെ നിന്റെ തോന്നി പോലെ പോവാൻ നിൽക്കുക? അതിന് എന്റെ സമ്മതവും കാര്യങ്ങളും ചോദിച്ചൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ വീടിന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാറ്. പോയിട്ട് വരാന്നല്ലേ പറയാറുള്ളൂ. അതുപോലെ തന്നെ ഞാനും പറഞ്ഞു, ഇത്ര നേരം ഞാൻ നിങ്ങളെ കാത്തിരുന്നത് അത് പറയാൻ വേണ്ടിയിട്ട്. വേഗം വരാം. ഈ വീട്ടിലെ നിയമങ്ങളെ ഞാനാണ് ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് നീയല്ല. അത് മര്യാദയ്ക്ക് അനുസരിച്ച് നിനക്ക് കഴിയാൻ പറ്റിയെങ്കിൽ കഴിഞ്ഞാൽ മതി. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു നോക്കേണ്ട കാര്യം നിനക്കില്ല. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിട്ടേ നിങ്ങൾ എന്നെ ചന്തീന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണോ? സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കല്യാണം കഴിച്ച് എന്നോട് കൊണ്ടുവന്നതല്ലേ, അല്ലാണ്ട് എന്റെ വീട്ടുകാർ നിങ്ങൾക്ക് എന്നെ വിറ്റതൊന്നും അല്ലല്ലോ. അമ്മയോട് എന്നോട് സംസാരിക്കുന്ന രീതി എന്തെങ്ങനെയാന്ന് അമ്മയല്ല എന്നോട് പറയാറുള്ളത്? ഇവളോട് അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ സംസാരിക്കരുതെന്ന്. ഇതാണ് ഇവളുടെ തനി സ്വഭാവം. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ശരിയല്ലേ അവള് പറഞ്ഞത്? നിന്റെ ഭാര്യയല്ലേ അവള്? നീ ഭാര്യയാണ് പറഞ്ഞ കുറെ നിയമങ്ങൾ നിന്റെ മുന്നിൽ ഉണ്ടാക്കി തന്നെ നീ അതുപോലെ നടക്കുവോ? അപ്പൊ അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടെ കരുതി കൂട്ടിട്ട് ഇറങ്ങിയതല്ലേ? അങ്ങനെ കരുതി കൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്താ ഇവിടെ വല്ല യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നു? എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകുന്നല്ലേ ഉള്ളൂ. അതിപ്പോ ഇത്ര വലിയ സംഭവമാണോ? മതി മോളെ നീ അവനോട് സംസാരിക്കുന്നത്. മോള് പോയിട്ട് വേഗം. അമ്മയ്ക്ക് എന്താ കണ്ണ് കാണൂലേ? ഏത് കോലത്തില പോവാൻ നിൽക്കുന്നത് നോക്ക്. ഇത് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകുന്നല്ല, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് കെട്ടി ഒരുങ്ങി പോവാൻ നിൽക്കുക. ഞാൻ ഡ്രസ്സ് ഇടുന്നതേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ. നിങ്ങളുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടാവും. അമ്മേ, എന്റെ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല. ആ, നിങ്ങൾ അമ്മായിയും മരുമോളും കൂടെ നാടകം കളിക്കാൻ നിൽക്കരുത്. ഞാൻ നിനക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു തന്നില്ലേ, നീ അത് മാത്രം ഇട്ടാ മതി. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കോ. മോനെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച കുറച്ച് ഡ്രസ്സുകളാ. ഇനി മുതൽ നീ ഇത് ഇട്ടാ മതി. ഇത് നിന്റെ മാത്രം വീടൊന്നും അല്ലല്ലോ, എന്റെയും കൂടി വീടല്ലേ. ഇനി ഇവിടെ ഞാനും കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ എന്താ ചെറിയ കുട്ടിയോ? എനിക്കറിയില്ല ഏത് ഡ്രസ്സ് എന്നുള്ളത്. എന്നെന്താ പഠിപ്പിക്കാൻ നിൽക്കുക? അപ്പൊ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? നിങ്ങൾ എടുത്തു തരുന്ന ഡ്രസ്സ് മാത്രം ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നടക്കണം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് ഇടണം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല.
എന്റെ കാര്യം തീരുമാനിക്കുന്ന എനിക്കറിയില്ല. ഇപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് നിങ്ങളോട് ഇടാൻ പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്തു അല്ലെ? അപ്പൊ ജീവിതകാലം മുഴുവൻ ഇതും സാധിച്ച് ഞാൻ നടക്കണം. ഞാനെന്താ നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളാൻ വേണ്ടി ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നപ്പോ ആവയോ? എന്തായാലും ഇനി എന്നെ അതിന് കിട്ടില്ല. അമ്മേ, ഞാൻ ഇറങ്ങും. ഞാൻ പോയിട്ട് വരാം.